മഹാരാഷ്ട്രയിൽ 15 ദിവസത്തിനുള്ളിൽ വലിയ ഭൂകമ്പം നടക്കുമെന്ന് ബി.ജെ.പി. പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, മുൻപും ബി.ജെ.പി. ഇത്തരത്തിലുള്ള പ്രസ്താവന നടക്കുകയും അതിനുശേഷം അവിടുത്തെ പല പാർട്ടികളും പിളർപ്പിലേക്ക് നീങ്ങുകയും ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കാണാൻ കഴിയും. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് മിലിന്ദ് ദേവറെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിട്ട് ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ ചേർന്നിരുന്നു. ഈ മിലിന്ദ് ദേവറെ ചെറിയൊരു മീനല്ല, ദക്ഷിണ മുംബൈയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്. ഇപ്പോൾ അദ്ദേഹം എത്തിയതിന് പിന്നാലെ ബി.ജെ.പിയുടെ നേതാവും മഹാരാഷ്ട്രയിലെ മന്ത്രിയുമായ ഗിരീഷ് മഹാജൻ പറയുന്നത് 15 ദിവസത്തിനുള്ളിൽ കോൺഗ്രസ് ആടപടലം പൂട്ടും, ഒരു വലിയ വിഭാഗം തങ്ങളോടൊപ്പം ചേരും, അവരും തങ്ങളുമായി ചർച്ച നടത്തി. ഇത്തരം വാർത്തകൾ നേരത്തെ വന്നിരുന്നു. കോൺഗ്രസിൻ്റെ നേതാക്കളും മറ്റുമൊക്കെ കർണാടകയിലും മഹാരാഷ്ട്രയിലുമൊക്കെ ബി.ജെ.പി. വൃത്തങ്ങളുമായി സംസാരിച്ചിരുന്നു. കർണാടകത്തിൽ ഏതാണ്ട് 60ഓളം എം.എൽ.എമാരാണ് ബി.ജെ.പിയിലേക്ക് മറുകണ്ഠം ചാടാൻ നിൽക്കുന്നത് എന്നാണ് വിവരം. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമോ ആയിരിക്കും അത്. പക്ഷേ മഹാരാഷ്ട്രയിൽ അങ്ങനെയല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വലിയൊരു വിഭാഗം കോൺഗ്രസ്സുകാർ, അതിൽ എം.എൽ.എമാരടക്കമുള്ളവർ ബി.ജെ.പിയിലേക്ക് എത്തുമെന്നാണ് മന്ത്രി ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. മന്ത്രിയുടെ പ്രസ്താവന ഇപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട്. കോൺഗ്രസ് പറയുന്നത് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് കുതിരക്കച്ചവടത്തിന് ബി.ജെ.പി. ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.